ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ കുട്ടികൾ ജുവനൈൽ ഹോമിലാണ്. ജുവനൈൽ ഹോമിൽ അവർ 10ാം ക്ലാസ് പരീക്ഷ SSLC എഴുതേണ്ടവരാണ്. അവരെ ജുവനൈൽ ഹോമിൽ എത്തിച്ചുകൊണ്ട് SSLC പരീക്ഷ എഴുതാൻ അവരെ കൊണ്ടുവന്നു. അപ്പോൾ ഈ പ്രതികളായ കുട്ടികളെ ഒരു കാരണവശാലും പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്ന് കാട്ടി അവിടേക്ക് MSFും KSUം വിദ്യാർത്ഥി സംഘടനകളിലേക്ക് വലിയ മാർച്ച് കണ്ടു. അതിൻ്റെ പുറത്ത് ചില അധ്യാപികമാരും നാട്ടുകാരുമൊക്കെ വന്ന് അമർഷവും രോഷവുമൊക്കെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ കുട്ടികളെ, ഈ കുറ്റവാളികളായ ഈ പ്രതികളായ കുട്ടികളെ ഇപ്പോൾ പരീക്ഷ എഴുതിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ഷഹബാസിൻ്റെ പിതാവ് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അപ്പോൾ ആണോ ഈ കുട്ടികളെ നിങ്ങൾ പരീക്ഷ എഴുതിപ്പിക്കാൻ പറ്റുമോ എന്ന വൈകാരികമായ ചോദ്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാൻ പറ്റുമോ? അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കൂടിയല്ലേ നോക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അജിംസ്, എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ആ കുട്ടികളെ പരീക്ഷ എഴുതാതെ നിർത്തി വീണ്ടും കുറ്റവാളികളായി തന്നെ മുദ്ര കുത്തി കുറേ കൂടി ആഴത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് അവരെ വിടുകയാണോ വേണ്ടത്? അതല്ല, അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള, ശരി അവർ പ്രതികളാണ്, അതിൽ തന്നെ നിർത്താതെ കുറേ കൂടി തിരിച്ചു വരാനുള്ള ശ്രമങ്ങളല്ലേ ഉണ്ടാവേണ്ടത് എന്നുള്ള ചർച്ച മറുവശത്ത് നടക്കുന്നു. അതായത് 18 വയസ്സിൽ താഴെയുള്ള എല്ലാ വ്യക്തികളും കുട്ടികളാണ്, നിയമത്തിൻ്റെ ഭാഷയിൽ കുട്ടികളാണ്, പ്രായപൂർത്തിയാവാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് നമുക്ക് വേറെ തന്നെ നിയമങ്ങളുണ്ട്. നമ്മൾ IPC വെച്ചിട്ടല്ല അതിനെ പ്രോസിക്യൂട്ട് ചെയ്യുക. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ എൻ്റെ പരിധിയിൽ വരുന്ന പ്രായപരിധിയിലുള്ള കുട്ടിയോ ഒരു കുറ്റകൃത്യം ചെയ്തു, ഇപ്പോൾ കൊലപാതകം പോലെ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം തന്നെ കുട്ടികളുടെ കോടതിയിൽ അത് വിചാരണ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുതിർന്നവർ ചെയ്യുന്ന കുറ്റകൃത്യം പോലെ അവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പുവരുത്തുക അങ്ങനെയല്ല അത് ചെയ്യുന്നത്. അവരെ കറക്ഷണൽ ഹോമുകളിലേക്ക് അയക്കുകയും ഒരു നിശ്ചിത കാലത്തേക്ക് അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഒരു നിശ്ചിത കാലത്തേക്ക് കറക്ഷണൽ ഹോമുകളിൽ അവർക്കൊരു സാധാരണ നിലയിൽ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് അവരെ മടക്കി കൊണ്ടുവരിക. അതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സംഘം കുട്ടികൾ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു. അത് കൊലപാതകമാണ്, സഹപാഠിയെ കൊന്ന കുറ്റകൃത്യത്തിനാണ്. അവരിപ്പോൾ അറസ്റ്റിലാണ്. അവരെ കോടതി ശിക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ കറക്ഷണൽ ഹോമുകളിലേക്ക് അയച്ചിട്ടില്ല. അവരിപ്പോൾ എന്താണ്, പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ ആ കൊല നടന്നിട്ട് മണിക്കൂറുകളേ ആയിട്ടുള്ളൂ, ആ കുട്ടി മരിച്ചിട്ട്. അവരിപ്പോഴും ഉണ്ട്. അപ്പോൾ SSLC പരീക്ഷ വരികയാണ്. സാധാരണ നിലയിൽ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കറക്ഷണൽ ഹോമുകളിൽ കിടക്കുന്ന കുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. പരീക്ഷ എഴുതാനാണെങ്കിൽ പരീക്ഷ എഴുതാനുള്ള സൗകര്യം കോടതികൾ തന്നെ നിർദ്ദേശിക്കാറുണ്ട്. അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കൂ. അതിപ്പോൾ ജയിലിൽ കിടക്കുന്നവരാണെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണെങ്കിലും പഠിക്കുകയും അതുപോലെ പരീക്ഷ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചോദ്യം, ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു മാനസികാവസ്ഥയിലാണ് അവർ ജുവനൈൽ ഹോമിലുള്ളത്. അവർ ഈ വർഷം തന്നെ പരീക്ഷ എഴുതണം എന്ന് ഭരണകൂടം ശാഠ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കിപ്പോൾ ഒരു നിയമപരമായ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അവരെ കുറ്റവാളികളാക്കണമെന്നോ അവർ ജയിലിൽ അടയ്ക്കണമെന്നോ ഭാവിയിൽ അവരെ കുറ്റവാളികളോടൊപ്പം പാർപ്പിച്ച് കൂടുതൽ മികച്ച കുറ്റവാളികളാക്കി പുറത്തിറക്കണമെന്നൊന്നല്ല പറയുന്നത്. അവരിപ്പോൾ ഒരു കുറ്റം ചെയ്തിരിക്കുന്നു. അവരൊരു നിയമപരമായ പ്രോസസ്സിൻ്റെ തുടക്കത്തിലാണ്. ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ അവർ പരീക്ഷ എഴുതിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. അതിന് രണ്ട് കുഴപ്പമുണ്ട്. ഒന്ന്, ഈ കൊല്ലപ്പെട്ടത് ഒരു വിദ്യാർത്ഥിയാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവൻ ഹോൾ ടിക്കറ്റുമായി വീട്ടിൽ ചെന്നാണ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നു, തൊട്ടുടനെ ഒരു പരീക്ഷയുണ്ട്, അതിൽ ഹാജരാക്കണമെന്ന് പോലീസോ ഭരണകൂടമോ വാശി പിടിക്കുമ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? അത് ഒന്നോ രണ്ടോ വ്യക്തികളാണെങ്കിലും ഭരണകൂടത്തിൻ്റെ നടപടി അവരെങ്ങനെയായിരിക്കും ബാധിക്കുക? അവരുടെ വൈകാരികത എങ്ങനെയാണ് ഭരണകൂടം അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ഒന്ന്. രണ്ട്, ഒരു കുറ്റകൃത്യം നടത്തി, വളരെ ഗുരുതരമായ കുറ്റകൃത്യം നടത്തി, ചെറിയ കുറ്റകൃത്യമല്ല, കൊലപാതകമാണ്. ആ കുറ്റകൃത്യം നടത്തി ഒരു നിയമപരമായ പ്രോസസ്സിൽ നിൽക്കുന്ന കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ പരീക്ഷ അവരെങ്ങനെയായിരിക്കും എഴുതുക? അതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? കുറേ കൂടി പക്വതയോടെ വിവേകത്തോടെ പോലീസും ഭരണകൂടവും ആ കാര്യം കൈകാര്യം ചെയ്യണമായിരുന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളിൽ നിന്നൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ആ പ്രൊട്ടസ്റ്റ് ഉണ്ടാവുന്നത് തന്നെ ആ മരിച്ചുപോയ കുട്ടിയുടെ കുടുംബത്തിൻ്റെ വൈകാരികതയെ മുൻനിർത്തിയാണ്. അല്ലാണ്ട് ഈ കുട്ടികൾ ഇനി പരീക്ഷ എഴുതണ്ട, അവരിനി പഠിക്കേണ്ട, അവർ കാലാകാലം ജയിലിൽ കിടക്കട്ടെ, അവർ പുറത്തിറങ്ങരുത് എന്നുള്ള കാര്യമല്ല അതിൽ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ, ഇത്തരം സെൻസിറ്റീവായ ഇമോഷണലായ വിഷയങ്ങൾ ഭരണകൂടം കൈകാര്യം ചെയ്യുമ്പോൾ കുറേ കൂടി വിവേകം കാണിക്കുകയായിരിക്കും നല്ലത്. ഈ പറഞ്ഞതിനർത്ഥം ഈ കുറ്റം ചെയ്ത വിദ്യാർത്ഥികൾ മുഴുവൻ ഈ ഭാവിയിൽ മുഴുവൻ കുറ്റവാളികളായി സമൂഹത്തിന് മുമ്പിൽ നിൽക്കും, അങ്ങനെയല്ല. അവരൊരു പക്ഷേ ഈ ചെയ്തു പോയ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും ഈ കറക്ഷണൽ ഹോമുകളിൽ അവർ ജീവിതം കുറേ കൂടി പഠിക്കുകയും ഒരു സമൂഹത്തിൽ ആരോഗ്യപരമായും കൃത്യമായ മാനസികാരോഗ്യത്തോടെ ജീവിക്കാൻ ആവശ്യമായ പക്വതയോടെ അവർ പുറത്തിറങ്ങി വരികയും പുതിയൊരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന അവരൊരു തർക്കമില്ല. അവർക്ക് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് അവർക്ക് പശ്ചാത്താപം ഉണ്ടാവും, അവരത് കൂടുതൽ നല്ല മനുഷ്യന്മാരാക്കും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളൊരു ക്രൈം സീനിലാണ് നിൽക്കുന്നത്. ഒരു കുറ്റം നടന്നിട്ട് 2-3 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ സമൂഹത്തിൻ്റെ വൈകാര്യതയോട് ഒരു അധ്യാപിക എന്ന്
ക്യാമറകളുടെ മുമ്പിൽ വന്നിരുന്ന് വളരെ വികാരവിക്ഷോഭത്തോടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. സമൂഹത്തിൻ്റെ ഒരു മനസാക്ഷി കൂടിയുണ്ട്. അത് ഇത് ചെയ്യുമ്പോൾ ഇത് കൊടുക്കുന്നൊരു മെസ്സേജ് കൂടിയുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുത്തനെ കൊന്നിട്ട് പോലീസ് കസ്റ്റഡിയിലാണെങ്കിലും നമുക്ക് പരീക്ഷ എഴുതാം എന്നൊരു മെസ്സേജ് ഈ പറയുന്ന തലമുറയ്ക്ക് ലഭിക്കരുതല്ലോ. അത്രയെങ്കിലും കരുതലും വിവേകവും ഭരണകൂടം കാണിക്കണമല്ലോ. കുട്ടികളാണ് നിഷാദ്, കൗമാരക്കാരാണ്. അവർക്ക് ഇതിൻ്റെ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം ബോധ്യപ്പെടണം. ആ ഗൗരവം ബോധ്യപ്പെടുത്താൻ നമ്മുടെ സിസ്റ്റത്തിനാവണം. അതിലുള്ളൊരു വീഴ്ചയായി കാണുന്നുണ്ടോ ഇത്? അല്ല, ഒന്നാമത് ഈ കേസിൽ ഇപ്പം ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്, ഇവരെ ഈ കറക്ഷണൽ ഹോമിലേക്ക്, അതായത് ഈ വെള്ളിമാട് കുന്നിലെ. അപ്പോൾ അവിടെ ഇവർക്ക് ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം സമീപിക്കുകയും ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കർശനമായ നിലപാടാണ് ജസ്റ്റിസ് ബോർഡ് സ്വീകരിക്കുന്നത്. അപ്പോൾ പ്രതിഭാഗത്തിൻ്റെ ആവശ്യമാണ് ഇവർക്ക് പരീക്ഷ എഴുതാൻ പോകണം. കാരണം ഇവരെ നിങ്ങൾ പ്രതികളാക്കപ്പെട്ട് കുറ്റവാളികളെന്ന് കണ്ടെത്തപ്പെട്ടവരല്ല. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവർക്കെല്ലാവർക്കും നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ളവരല്ല എന്നാണ് അവരുടെ വാദം. ഇതൊന്നും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, റിമാൻഡിൽ ഉറപ്പിക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പരീക്ഷ എഴുതാനുള്ള അനുമതി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ പരീക്ഷ എഴുതാനുള്ള അനുമതി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് നിരാകരിച്ചില്ല. പരീക്ഷ എഴുതിക്കോട്ടെ, കാരണം ഇവർ കുറ്റവാളികളായി തീർപ്പുണ്ടായിട്ടുള്ളവരല്ല. അപ്പോൾ അത് അംഗീകരിക്കുകയാണ് ഈ ചെയ്യുന്നത്. അതിലൊരു കാര്യം, ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ സർക്കാർ അതിനെ എതിർത്തില്ല. അതായത് പാടില്ല, ഇവരെ ഒരിക്കലും പരീക്ഷ എഴുതിക്കാൻ പാടില്ലാത്തവരാണ്, ഇവരെ മാറ്റി നിർത്തണമെന്നൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചില്ല. പക്ഷേ പ്രതിഭാഗത്തിൻ്റെ ഈ പറയുന്ന കുട്ടികളുടെ അഭിഭാഷകരുടെ ആവശ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗീകരിക്കാനും ശരി, പരീക്ഷ എഴുതിക്കൊള്ളുന്നു. കാരണം പരീക്ഷ എഴുതാൻ പാടില്ല എന്നൊരു കർശനമായ വ്യവസ്ഥ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ കീഴ്വഴക്കങ്ങൾ പരിശോധിച്ചാലും ഇതിന് മുമ്പുള്ള പല പ്രതികളുടെ അനുഭവങ്ങൾ എടുത്താലും ഇവരെയൊക്കെ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരിക്കുകയോ പഠിക്കാൻ ഒക്കെയുള്ള അനുവാദം കൊടുത്തിട്ടുള്ള പാരമ്പര്യമുള്ളതുകൊണ്ട്, അല്ല കീഴ്വഴക്കമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു കർശനമായ നിലപാടെടുക്കാൻ കഴിയില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് രണ്ട് വശങ്ങളുണ്ട്. ഒന്നാമത്തത്, സമൂഹത്തിൽ നിന്നാകെ ഉയർന്നു വന്നിട്ടുള്ളൊരു വികാരമുണ്ട്, ഈ കുട്ടികൾ കർശനമായി ശിക്ഷിക്കപ്പെടണം. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഒരു അധ്യാപിക ആ സമരപന്തലിൽ വന്ന്, ആ സമര രംഗത്ത് വന്നിട്ട് ഉറക്കെ സംസാരിക്കുന്നത് കേട്ടു. എല്ലാ ബാലാവകാശ നിയമങ്ങളും റദ്ദാക്കണം, എന്നിട്ട് ഇവരെല്ലാം പാഠം പഠിപ്പിക്കണം, ഇവർക്കൊരു പരീക്ഷ എഴുതിക്കാൻ പാടില്ല, ഇവർക്കൊരു ആനുകൂല്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടു. സമൂഹത്തിൻ്റെ ഈ മുറവിളിയെ പൂർണ്ണമായി എടുക്കാൻ ഭരണകൂടത്തിന് കഴിയില്ല. ശരിയാണ്, ഈ കുട്ടികൾക്കെതിരെ കേസുണ്ട്, ഇവരെല്ലാവരും അക്യൂസ്ഡാണ്, ഇവർക്കെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരും 5 പേരും ഇതിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തപ്പെട്ടിട്ടില്ല. പോലീസിൻ്റെ പ്രതിപട്ടികയിലുള്ളവരാണ്. അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവർക്കുള്ള കുറ്റക്കാരാണെന്ന് പൂർണ്ണമായ തീർപ്പുണ്ടാകും മാത്രമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുക. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് പരീക്ഷ എഴുതാൻ പാടില്ല, അവരുടെ ഒരു വർഷം പോവും, അതൊരു ശിക്ഷയാണ് ഒരർത്ഥത്തിൽ. ആ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു പണിഷ്മെൻറ്റാണ്. ആ പണിഷ്മെൻറ്റ് നടപ്പിലാക്കുന്നതിന് അവർ കുറ്റം ചെയ്തു എന്ന് തെളിവുണ്ടാവേണ്ടതുണ്ട്, കുറ്റം ചെയ്തു എന്നുള്ള തീർപ്പുണ്ടാവേണ്ടതുണ്ട്. ശരിയാണ്, അവരെ റിമാൻഡ് ചെയ്യാം, അവരുടെ വിചാരണ നടപടികൾ മറ്റു കാര്യങ്ങളിൽ അവരുടെ മറ്റു സ്വാതന്ത്ര്യത്തിലൊക്കെ ഇടപെടാമെങ്കിൽ കൂടിയും ഒരു പണിഷ്മെൻറ്റ് എന്ന നിലയ്ക്ക് അവരുടെ ഒരു വർഷത്തെ അവരുടെ അധ്യയന വർഷം തടഞ്ഞു വെക്കാൻ എന്തുമാത്രം വിവരങ്ങൾ, എന്തുമാത്രം നിയമപരമായ കടമ്പകൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ ആ പരിമിതിയെ മനസ്സിലാക്കിക്കൊണ്ട് വേണം എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ തോന്നുന്നു. ബാക്കി സാമൂഹികമായ സമ്മർദ്ദം, ആളുകൾ കാണുന്ന ഇത് അവരുടെ പിതാവ് പോലും പറഞ്ഞു ഡീബാർ ചെയ്യപ്പെട്ടാം, അതായത് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടാൽ പോലും ഡീബാർ ചെയ്യും, എന്നിട്ട് പക്ഷേ എൻ്റെ മകനെ കൊന്ന കേസിലെ 5 പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ് എന്നാണ്. ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കണം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതിനകത്ത് ചെയ്യാനുള്ളത് ഈ കേസിൽ അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനും പ്രതികൾക്ക് ശരിയാവണ്ണമുള്ള ശിക്ഷ ഉറപ്പാക്കാനും ഇത് ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് പോവുക എന്നതാണ്. ഈ കേസിൽ ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അതായത് ഈ കേസിൽ പിടിക്കപ്പെടുന്ന ആളെ ഇനിയിപ്പോൾ ഇവരെ പിടിച്ച് ജയിലിലിട്ടാൽ തന്നെയും ഇവർ പോയി തിന്നു കൊഴുത്തു വരും, ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ലല്ലോ. തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും ആരെയും തൂക്കിക്കൊല്ലുന്നില്ല, എല്ലാവരും ഗോവിന്ദചാമിയെ പോലെ തിന്നു കൊഴുക്കുകയാണ്. പിന്നെ എവിടെയെങ്കിലും വ്യാജ ഏറ്റുമുട്ടൽ നടന്നാൽ പോലും അതിനെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത്, അല്ലാതെ ഇവനെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സമൂഹം പലതരത്തിലുള്ള മുറവിളികൾ കൂട്ടും. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നത് നമ്മുടെ നിലവിലുള്ള നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പക്കാ പെർഫെക്റ്റായി കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. നിയമ സംവിധാനത്തിന് പുറത്തേക്ക് പോയിക്കൊണ്ട് സമൂഹത്തിൻ്റെ, ഇപ്പം പണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഒരു ഹൈക്കോടതി ജഡ്ജി സമൂഹത്തിൻ്റെ ഒരു തൂക്കിക്കൊല വിധിച്ചുകൊണ്ട് സമൂഹത്തെ തൃപ്തിപ്പെടുത്തുക എന്ന ബാധ്യത കൂടി നീതിപീഠത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നത് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സമൂഹത്തിൻ്റെ മുറവിളികളെ കേൾക്കുക, ആ മുറവിളികളെ സമൂഹത്തിൻ്റെ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എല്ലാം പെർഫെക്റ്റായി ചെയ്യുക, അതാണ് സർക്കാരിൻ്റെ ജുഡീഷ്യൽ ബോഡികളുടെ ബാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അതിനപ്പുറം നമ്മൾ അതിര് കവിഞ്ഞ് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ശിക്ഷിക്കണം, ആ കുട്ടികൾക്ക് ഇനി ഭാവി ഉണ്ടാവരുത്, അവരനുഭവിക്കണം എന്ന മട്ടിലുള്ള ബഹളം അങ്ങനെയല്ല വെക്കേണ്ടത്. അപ്പോൾ അവർ കുറ്റക്കാരാണെങ്കിൽ അവർ ശരിയാവണ്ണം ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹം മുന്നോട്ട് വെക്കുക, ആ ശിക്ഷ നടപ്പിലാക്കാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാവുക എന്നാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ ഇളവ് കിട്ടണം, കുട്ടികളായതുകൊണ്ട് അവരെ വിട്ടുകളയണമെന്നല്ല ഞാൻ പറയുന്നത്. അവരതിനകത്ത് ആസൂത്രണവും കൊലപാതകവും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണോ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉള്ള കുറ്റക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം.
അത്രയേ ഉള്ളൂ.